യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ല, എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞും നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ, എൻ്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളമില്ലായകയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവനെൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്. എന്നോട് വാദിക്കുന്നവനാര്? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗി ആര്? അവൻ ഇങ്ങ് വരട്ടെ. ഇതാ, യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആര്? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. തീ കത്തിച്ച് തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. തീ കത്തിച്ച് തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോട് കിടക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു പ്രഭാതത്തിൽ ഞാൻ എൻ്റെ രാവിലത്തെ ധ്യാനത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ധ്യാന പുസ്തകം ഉപയോഗിച്ച് വായിക്കുകയായിരുന്നു. അതിനകത്ത് മനോഹരമായ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അഭിമന്യ തിരുമേനി ഈ വർഷം അനുരഞ്ജന വർഷമായി നമുക്ക് നൽകുകയും നമ്മൾ അനുരഞ്ജനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ കൺവെൻഷന് വേണ്ടിയുള്ള ധ്യാന പ്രസംഗങ്ങൾ തയ്യാറാക്കുമ്പോൾ, ഞാനൊരു ദിവസം രാവിലെ വായിച്ച ധ്യാനത്തിലെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതിങ്ങനെയാണ്: കരുണയുടെയും ക്ഷമയുടെയും മനസ്സലിവിൻ്റെയും ദൈവമേ, എന്നെ വേദനിപ്പിച്ചവരോട് കരുണയും ക്ഷമയും മനസ്സലിവും കാണിപ്പാൻ എന്നെ സഹായിക്കണമേ. അതിൽ പരമൊരു പ്രാർത്ഥന ഈ അനുരഞ്ജന വർഷത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് അതിൽ പരമൊരു പ്രാർത്ഥന എനിക്ക് പറയാനുമില്ല. ഇന്നിവിടെ അഭിമന്യ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചത് മുഴുവൻ അതാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു പ്രാവശ്യം കൂടെ: കരുണയുടെയും ക്ഷമയുടെയും മനസ്സലിവിൻ്റെയും ദൈവമേ, എന്നെ വേദനിപ്പിച്ചവരോട് കരുണയും ക്ഷമയും മനസ്സലിവും കാണിക്കാൻ എന്നെ സഹായിക്കണമേ. ഈ ഒരു രൂപാന്തരം, ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷമവൃത്തങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിഷ്യസ് സർക്കിൾസ്. എന്താണ് വിഷ്യസ് സർക്കിൾ? എങ്ങനെയാണ് വിഷമവൃത്തത്തെ ഒന്ന് നമുക്ക് വിഭാവന ചെയ്യുവാനായി കഴിയുന്നത്? കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വിഷ്യസ് സർക്കിളിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു വിഷ്വൽ പിക്ചർ എനിക്ക് കിട്ടിയത്. അത് ഞാൻ നിങ്ങളോടിപ്പോൾ പറയുകയാണ്. നിങ്ങൾക്ക് ആ വിഷ്വൽ പിക്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇതാണ് ആ വിഷ്വൽ പിക്ചർ. 2 പെരുമ്പാമ്പുകളാണ്. ഒരു പെരുമ്പാമ്പ് മറ്റൊരു പെരുമ്പാമ്പിനെ വാല് മുതൽ വിഴുങ്ങുകയാണ്. വിഴുങ്ങപ്പെടുന്ന പെരുമ്പാമ്പ് തന്നെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ വാല് മുതൽ വിഴുങ്ങി. സങ്കല്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പെരുമ്പാമ്പ് വേറൊരു പെരുമ്പാമ്പിനെ വാല് മുതൽ വിഴുങ്ങുന്നു. വിഴുങ്ങപ്പെടുന്ന പെരുമ്പാമ്പ് തന്നെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ വാല് മുതൽ വിഴുങ്ങുന്നു. അവസാനം അവശേഷിക്കുന്നത് ഒരു ഇട്ടാവട്ടമാണ്. വിമോചനമില്ലാത്ത, ഒരു വിമോചനവുമില്ലാത്ത ഒരിട്ടാവട്ടം. ആ ഇട്ടാവട്ടത്തിനാണ് വിഷമവൃത്തം എന്ന് പറയുക. വിമോചനമില്ലാത്ത വിഷമവൃത്തങ്ങളാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജോയ് ഓഫ് ഫ്രീഡം എന്ന പഴയ പുസ്തകത്തിൽ അദ്ദേഹം മനോഹരമായി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷമവൃത്തത്തിൻ്റെ കഥയുണ്ട്. അദ്ദേഹം പറയുന്നു, ജനന മരണ ചക്രങ്ങളുടെ വിഷമവൃത്തങ്ങളിലായിരുന്നു ലോകം. ജനന മരണ ചക്രങ്ങളുടെ വിഷമവൃത്തമാണ്. ആ വിഷമവൃത്തത്തെ പൊട്ടിച്ച് ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, നിത്യജീവൻ എന്നുള്ള മനോഹരമായ ഒരു പുതിയ അനുഭവത്തിലേക്ക് ലോകത്തെ നയിക്കുവാൻ നസ്രായനായ യേശുവിന് കഴിഞ്ഞു. ജനന മരണ ചക്രങ്ങളുടെ വിഷമവൃത്തത്തിൽ നിന്ന് മനുഷ്യന് വിമോചനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയും മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ പുനരുത്ഥാനം എന്നത് 2 തരത്തിൽ നമ്മൾ കാണണം എന്ന് റുഡോൾഫ് ബുൾട്ട്മാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഴയ ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നു, പുനരുത്ഥാനത്തിന് 2 ഡയമെൻഷൻസ് ആണുള്ളത്. ഒന്ന് റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ, കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന പുനരുത്ഥാനം. കാലാന്ത്യ പുനരുത്ഥാനം എന്താണ് എന്ന് നമുക്കറിയാം. മണ്ണ് നുള്ളിയിട്ടുകൊണ്ട് മണ്ണിലേക്ക് ഒരു മനുഷ്യനെ അയക്കുമ്പോൾ പട്ടക്കാരൻ വിളിച്ചു പറയുന്നത് അതാണ്. ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. അത് റിസറക്ഷൻ എസ്കറ്റോളജിക്കലാണ്. കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പമാണ്, വലിയ വിശ്വാസമാണ്. എന്നാൽ മറ്റൊരു പുനരുത്ഥാന അനുഭവമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ എന്നാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒരു പുനരുത്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം നിങ്ങൾക്ക് ആ വാക്യം അറിയാവുന്നവർ ഇപ്പോൾ പറയുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഉയർപ്പ് നാളെ സംഭവിക്കാനുള്ള ഒരു കാര്യമല്ല, ഇന്ന് സംഭവിക്കാനുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ വ്യാവഹാരിക ജീവിതത്തിൽ ഇന്നും നാം കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിലും മരണത്തിൻ്റെ മാരകമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തി തന്ന പ്രിയപ്പെട്ടവരെ, വിഷമവൃത്തങ്ങളിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും നമ്മെ ഒരു വാക്യം പഠിപ്പിച്ചും, ഓരോ ദിവസവും നമ്മെ ഈ അനുരഞ്ജനം എന്നുള്ള വാക്ക് പഠിപ്പിച്ചും, ഓരോ ദിവസവും ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഇവിടെ അനുരഞ്ജന വർഷമായി നമ്മൾ കൊണ്ടാടിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിക്കുന്നത് ഇന്ന് ഈ കാലാവസ്ഥയിൽ, കാലത്തികവിങ്കലല്ല, നാം ഇന്ന് ജീവിക്കുന്ന വ്യാവഹാരിക ജീവിത ഇടങ്ങളിൽ, ഇന്നുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പുനരുത്ഥാനത്തിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ബാപ്റ്റിസ്മൽ കമ്മ്യൂണിറ്റിയുടെ, ഹല്ലേലൂയ, ഒരു ബാപ്റ്റിസ്മൽ കമ്മ്യൂണിറ്റിയുടെ, ഒരു മാമോദീസ സമൂഹത്തിൻ്റെ ഓഹരിക്കാരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്താണ് മാമോദീസ? കർത്താവിൻ്റെ മരണത്തോട് താതാത്മ്യപ്പെട്ട് അവൻ്റെ പുനരുത്ഥാനത്തോട് താതാത്മ്യപ്പെടുന്നവരാണ്. ആ താതാത്മ്യപ്പെടലിലൂടെയാണ് ക്രിസ്തു സഭയുടെ അംഗങ്ങളായി തീർന്നത്. ആ മാമോദീസായുടെ അനുഭവ തലത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പറയും, വി ആർ എ ബാപ്റ്റിസ്മൽ കമ്മ്യൂണിറ്റി. നമ്മളൊരു മാമോദീസ സമൂഹമാണ്. മാമോദീസ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് കിടക്കുന്നവരല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരാണ്. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി
ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മളിവിടെ വായിച്ച വേദഭാഗം വളരെ പ്രധാനപ്പെട്ട ചില ഉൾക്കാഴ്ചകൾ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആ ഉൾക്കാഴ്ചകളെ നമുക്കൊന്ന് ധ്യാനിക്കുവാൻ, അങ്ങനെ പുനരുത്ഥാനത്തിൻ്റെ ഈ ഒരു വ്യാവഹാരിക അനുഭവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഇടവക ജീവിതത്തിൽ ഒക്കെ ദൈവം തമ്പുരാനെ ഒരു പുനരുത്ഥാന സമൂഹമായി അനുരഞ്ജനത്തിൻ്റെ ആത്മാവിൽ ദൈവത്തോടും, പ്രിയപ്പെട്ട കോശി പി വർഗീസച്ചൻ ക്ലാസ് എടുത്തപ്പോഴും, ഇന്നലെ ഒനോൻസിമോസിനെ കുറിച്ചൊക്കെയുള്ള ബൈബിൾ ക്ലാസ് കേട്ടപ്പോഴും, കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനങ്ങളിലൂടെ ഒക്കെ നമ്മളെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നാം പുനരുത്ഥാനത്തിൻ്റെ വിഷമവൃത്തങ്ങളെ പൊട്ടിച്ച് ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവത്തിൽ നടക്കുവാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. 50-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം മനോഹരമായി ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം: ആരാണ് നിങ്ങളുടെ അമ്മയെ ഉപേക്ഷണപത്രം കൊടുത്തത്? ഞാൻ ഉപേക്ഷണപത്രം കൊടുത്തതായി നിങ്ങൾക്ക് തെളിവുണ്ടോ? നിങ്ങളുടെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചതായി നിങ്ങൾക്ക് ഒരു ഉപേക്ഷണപത്രം കാണിക്കാമോ എന്ന് യഹോവയായ ദൈവം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നത് അങ്ങനെ ഉപേക്ഷണപത്രം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ദൈവം ആരെയും ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവത്തിന് ആരെയും തള്ളിക്കളയുവാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി വചനം ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വിറ്റുകളയപ്പെട്ടത്. മനോഹരമാണ് ആ വചനം, ആ പദപ്രയോഗം. നിങ്ങളെ വിറ്റുകളഞ്ഞത്, യു ആർ സോൾഡ് ഓഫ്, വിറ്റുകളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമുക്ക് അധികാരമില്ല എന്നാണ്. ഐ ഹാവ് നോ കൺട്രോൾ ഓൺ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. സംബഡി എൽസ് ഈസ് മാനിപ്പുലേറ്റിംഗ് മീ. മറ്റാരോ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. മറ്റാരോ എൻ്റെ അരയ്ക്ക് കെട്ടി എന്നെ നടത്തിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ അര കെട്ടി എനിക്ക് ദൈവഹിതപ്രകാരം നടക്കുവാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ ഇല്ലാതെ പോയി. വിറ്റുകളയപ്പെട്ടിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ധ്യാനിക്കണം. ആം ഐ സോൾഡ് ഓഫ്? ഞാൻ വിറ്റുകളയപ്പെട്ടവനാണോ? എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരധികാരം ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടോ? ഇവിടെ വായിക്കുകയാണ്, വൈ ആർ യു സോൾഡ് ഓഫ്? നിങ്ങൾ വിറ്റുകളയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി, വളരെ ക്ലിയറായി, വളരെ നേരെ സ്ട്രെയിറ്റായിട്ട് ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞും നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കുകയാണ്. നിങ്ങളുടെ അമ്മ നമുക്കിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയെന്നോ രാജ്യമെന്നോ ഒക്കെ നമുക്കതിനെക്കുറിച്ച് പറയാം. വൈ വി ഫീൽ ദറ്റ് വി ആർ ഫോർസേക്കൻ? എന്തുകൊണ്ടാണ് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്? വാട്ട് ഈസ് ദ മിസ്റ്ററി ഓഫ് ദാറ്റ്? അതിൻ്റെ രഹസ്യം എന്താണ്? ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, അകൃത്യമാണ്, കൃത്യമല്ലാത്തതാണ് അകൃത്യം. ലംഘനം എന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ അതിരുകളെയും ലംഘിക്കുന്നതാണ് ലംഘനം എന്ന് പറയുന്നത്. അപ്പോൾ ലംഘനം, അകൃത്യം ഇവ മൂലം സ്വയം വിറ്റുകളയപ്പെട്ട മനുഷ്യർ. 32-ാം സങ്കീർത്തനം ഇന്ന് അഭിനന്ദ തിരുമേനി ഇവിടെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അത് ഉദ്ധരിച്ചതായിരുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം പാപം ക്ഷമിച്ചിരിക്കുന്നവൻ, യഹോവ പാപം ക്ഷമിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. യഹോവ അകൃത്യം കടക്കിടാതെ ഇരിക്കുന്ന, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ സഭയിൽ ഒരു പാപിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം, എനിക്ക് നിരന്തരമായി അനുതാപത്തിൻ്റെ കുംഭസാരത്തിൽ, ദൈവത്തിന് സ്തോത്രം, അനുതാപത്തിൻ്റെ കുംഭസാരത്തിൽ എന്നെ തന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്തത് കൊണ്ടല്ല, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് ഏറ്റുപറയാനുള്ള ദൈവകൃപയുണ്ട്. പകലത്തെ യോഗത്തിൽ ഞാൻ ഒടുവിൽ കുറിയലായിസോൻ എന്ന് പറയിച്ചാണ് രാവിലത്തെ യോഗം അവസാനിപ്പിച്ചത്. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ എന്ന്. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിലതൊക്കെ വായിക്കാനുള്ള ഒരു സന്ദർഭമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അവസാന സമയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കഥ എഴുതി വെച്ച്, അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ അവസാന നാളുകളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തി വെച്ച് ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി: തിരുമേനിയുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുമേനി ആലസ്യത്തിലാണ്, അവസാന നാളുകൾ സമീപിക്കുകയാണ്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഭിത്തിക്ക് നേരെ മുഖം തിരിച്ചു കിടന്ന് തിരുമേനി നിരന്തരം പ്രാർത്ഥിക്കുന്നത് കുറിയലായിസോൻ എന്നൊരു വാക്കു മാത്രമാണ്. കുറിയലായിസോൻ, കർത്താവേ കരുണ ചെയ്യണമേ, കർത്താവേ കരുണ ചെയ്യണമേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലംഘനം ക്ഷമിക്കുവാൻ, അകൃത്യങ്ങളെ പരിഹരിക്കുവാൻ നമ്മുടെ ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞിരിക്കുന്നു. നമുക്കിനിയും നമ്മുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. റിഡംഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ ഗോഡ് ഇൻ്റർവീൻസ്. നമ്മുടെ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാകുന്നത് ദൈവം ഇടപെടുമ്പോൾ മാത്രമാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ 50-ാം അധ്യായത്തിൽ ഇങ്ങനെ രണ്ടാമത് ചോദിക്കുകയാണ്: ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? ഒരു ചോദ്യമാണ്. ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം പറഞ്ഞില്ല. ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവവിളിയോട് പ്രതികരിക്കുവാൻ കഴിയാതെ പോയ ഒരു സമൂഹത്തെക്കുറിച്ച് ദൈവം വിലപിക്കുകയാണ്. നമുക്ക് എത്രയോ സന്ദർഭങ്ങൾ കിട്ടി, എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി. എന്നിട്ടും വി ആർ നോട്ട് വില്ലിങ് ടു കം ഔട്ട് ഓഫ് അവർ ഹൈഡ് ഔട്ട്സ്. നമ്മുടെ ഒളിവിടങ്ങളിൽ നിന്ന്, നമ്മുടെ മറവിടങ്ങളിൽ നിന്ന് നമുക്കൊന്ന് ഇറങ്ങി വരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ദൈവത്തിൻ്റെ സങ്കടമാണ്, ദൈവത്തിൻ്റെ വിലാപമാണ്. ഈ രാത്രി കൊട്ടാരക്കര കൺവെൻഷൻ്റെ പന്തലിൽ മുഴങ്ങുന്നത് ദൈവത്തിൻ്റെ വിലാപമാണ്. എന്താണ് ദൈവത്തിൻ്റെ വിലാപം? ഞാൻ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വിളിച്ചു. എപ്പോഴാണ് വിളിച്ചതെന്നറിയാമോ? സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവാം, വിഷമം വന്നപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നപ്പോൾ സ്വർഗത്തിലെ വേട്ടപ്പട്ടിയെ പോലെ ഞാൻ നിൻ്റെ പിന്നാലെ വന്നപ്പോൾ ആരും അതിനോട് പ്രതികരിച്ചില്ല. ഫ്രം ദ ഹൈഡ് ഔട്ട്സ്. സക്കായി മറവിടത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു, ഇലച്ചാർത്തുകളുടെ മധ്യത്തിൽ അവൻ മറഞ്ഞിരിക്കുകയായിരുന്നു. യേശു തമ്പുരാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു: സക്കായെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. നീ നിൻ്റെ മറവിടത്തിൽ നിന്ന്, ഈ ഇലച്ചാർത്തുകളുടെ ഇടയിൽ നിന്ന്, നീ നിന്നെ തന്നെ മറയ്ക്കുന്ന നിൻ്റെ ഹൈഡ് ഔട്ടിൽ നിന്ന് നീ ഇറങ്ങി വന്നാൽ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ വന്ന് പാർക്കും. ഐ വിൽ ബി യുവർ ഗസ്റ്റ്. ഞാൻ നിൻ്റെ വീട്ടിൽ വരും. ഗസ്റ്റല്ല, അവൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവൻ അപ്പമെടുക്കുകയായി, അവൻ നുറുക്കുകയായി, അവൻ നൽകുകയായി, അവൻ ഹോസ്റ്റായി, അവൻ ആതിഥേയനായി, അവൻ നമ്മുടെയും ആതിഥേയനായി മാറുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വെൻ ജീസസ് കംസ് ഇൻ ടു അവർ ഹൗസ് ഹോൾഡ്, നമ്മുടെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ അവനെ നമ്മളൊന്ന് പ്രവേശിപ്പിച്ചാൽ അവൻ നമ്മുടെ വീടിൻ്റെ കർത്താവായിട്ട് മാറും, അവൻ നമ്മുടെ വീടിൻ്റെ അധികാരിയായിട്ട് മാറും. അവനോട് കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ മതി, അവൻ നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. സക്കായിയുടെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ അവിടെ അധികാരിയായി മാറി. സക്കായി ഇതാ മറവിടത്തിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് ഈ പന്തലിൻ്റെ കീഴിലും ഓൺലൈനിലും ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്
ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശാന്തമായി, വളരെ വ്യക്തമായി കം ഔട്ട് ഓഫ് യുവർ ഹൈഡിങ് പ്ലേസ് എന്ന് പറയുന്നുണ്ട്. നീ മറഞ്ഞിരിക്കുന്ന ഇടത്തു നിന്ന്, ദൈവത്തെ യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയാത്ത ഒരനുഭവത്തിൽ നിന്ന് നീ ഒന്ന് ഇറങ്ങി വാ എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ക്യാൻ വി? നമുക്കത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. 50-ാം അധ്യായത്തിൽ പ്രവാചകൻ, ഈ എഴുത്തുകാരൻ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് അവരിറങ്ങി വരാതിരുന്നത് എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ വായിച്ചതിൻ്റെ ബാക്കി. ആരും പറയാതിരിപ്പാനും സംഗതി എന്ത്? എന്നിട്ട് ചോദിക്കുകയാണ്, വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? വിടുവിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുതായിട്ടുണ്ടോ? വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വരാത്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ എങ്ങാനും വന്നിരുന്നു കൊണ്ട് നമുക്കൊരു സമ്മൻസ് അയക്കുകയാണെങ്കിൽ, ഒരു ഇൻവിറ്റേഷൻ അയക്കുകയാണെങ്കിൽ നമ്മൾ പോവുകയില്ലേ? തീർച്ചയായിട്ടും പോകും. അപ്പോൾ ഒന്ന് തിരുമേനി വന്നിരുന്ന ഒരാളിനെ വിളിച്ചാൽ നിങ്ങൾ വരില്ലേ? തീർച്ചയായിട്ടും വരും. മെത്രാപ്പോലിത്ത വിളിച്ചാൽ പോകില്ലേ? തീർച്ചയായിട്ടും പോകും. അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ മേധാവികളും നമ്മുടെ അധികാരികളും നമ്മെ വിളിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മൾ തയ്യാറാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് അവരെ കൊണ്ടൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അവരെ കൊണ്ടൊക്കെ നമുക്ക് പ്രയോജനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ദൈവം ചോദിക്കുന്നു, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളാരും വരാഞ്ഞതെന്താണ്? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുതായി പോയിട്ടുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് ഐ ആം ഇംപോർട്ടൻറ്റ്? ഡു യു തിങ്ക് ദാറ്റ് ഐ ആം ഇൻകേപ്പബിൾ? എനിക്ക് ശക്തിയില്ല, ഞാൻ എൻ്റെ ശക്തി ഒഴിഞ്ഞു പോയവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആർ യു തിങ്കിങ് ദാറ്റ് ഗോഡ് ഈസ് ഔട്ട്ഡേറ്റഡ്? ദൈവം കാലഹരണപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഗോഡ് ഈസ് യൂസ്ലെസ് എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇന്ന് രാവിലെ ഈ പന്തൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന പാവപ്പെട്ട സ്ത്രീജനങ്ങളെ കണ്ടപ്പോൾ ദൈവത്തിന് നന്ദി പറയണം തോന്നി. അവരിൽ പലരും ഇപ്പോഴില്ല, എന്നാൽ പകൽ വന്നിരുന്നു. എനിക്കവരെക്കുറിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഞാനിവിടെ ഓർക്കുന്ന ആദ്യകാലത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ, ഇവിടെ മുമ്പിൽ വന്നിരുന്ന് ഏങ്കലടിക്കുകയും നിലവിളിക്കുകയും പ്രാർത്ഥനയുടെ ആരവമുയർത്തുകയും ചെയ്ത ഒരു പറ്റ അമ്മമാർ നമുക്കുണ്ടായിരുന്നു. ആ അമ്മമാർ നമുക്ക് വേണ്ടി വെയിൽ കൊണ്ടതുകൊണ്ടാണ് നാം ഇന്ന് തണൽ അനുഭവിക്കുന്നത്. അവർ കൊണ്ട വെയിലാണ് നമ്മുടെ തണൽ എന്ന് നാം അറിയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിലെ മനുഷ്യന് ദൈവത്തെ പഴയതുപോലെ ആവശ്യമില്ല എന്നൊരു തോന്നൽ. God is misplaced. God is shifted from the center to the peripheries. God is shifted from the center to the peripheries. കേന്ദ്രത്തിൽ നിന്നും അതിർവരമ്പുകളിലേക്ക് ദൈവത്തെ നമ്മൾ തള്ളി മാറ്റിയിരിക്കുന്നു. God is not that much necessary എന്നൊരു തോന്നലാണ്. ദൈവം വിലപിച്ച് ചോദിക്കുകയാണ്, ഡു യു തിങ്ക് ദാറ്റ് ഐ ആം ഇമ്പോർട്ടൻറ്റ്? ഡു യു തിങ്ക് ദാറ്റ് ഐ ആം പവർലെസ്? ഡു യു തിങ്ക് ദാറ്റ് ഐ കനോട്ട് റിഡീം യു? എനിക്ക് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ നൂറ്റാണ്ടിലെ മനുഷ്യൻ ദൈവം കാലഹരണപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഗോഡ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. ഗോഡ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. ക്രൈസ്റ്റ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. ക്രിസ്തു എന്നും നമ്മോട് കൂടെയുള്ള കാലാതീതനായ സഹചാരിയാണ്. നിലവിളിക്കുമ്പോൾ ഉത്തരം തരുന്ന, എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. മൈ ഗോഡ് ഈസ് ഏബിൾ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടാ, മൈ ഗോഡ് ഈസ് ഏബിൾ. എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. മൈ ഗോഡ് ഈസ് ഏബിൾ. മൈ ഗോഡ് ക്യാൻ. എൻ്റെ ദൈവത്തിന് കഴിയും. ഈ വൈകുന്നേരത്തെ ധ്യാനത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 50-ാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്ന ഈ കണ്ണാടിക്കകത്ത് നമ്മുടെ ഒരു പ്രതിഫലനമുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് ഈ ദൈവത്തിൻ്റെ വിലാപം നമ്മളോടുള്ളത് നമ്മളൊന്ന് കേൾക്കണം. എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വരാഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? യു തിങ്ക് ദാറ്റ് ഐ ആം പവർലെസ്? ഞാൻ പവർലെസ്സാണ്, എന്നെക്കൊണ്ടൊന്നും കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും പറയുകയാണ്, ഇപ്രകാരമുള്ള മനുഷ്യൻ
ദൈവത്തെയും ദൈവത്തിൻ്റെ ക്രമത്തെയും ദൈവത്തിൻ്റെ ശിക്ഷണത്തെയും ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് അതിർവരമ്പുകളിലേക്ക് തള്ളി മാറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഈ വചനം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ, എൻ്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു, വെള്ളമില്ലായകയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആ കാലഘട്ടത്തിലെ മനുഷ്യനോട് സംസാരിക്കുന്ന പദപ്രയോഗങ്ങളാണ് എന്ന് നമുക്കറിയാം. ആകാശവും ഭൂമിയും ഒക്കെ മാത്രമേ അവരുടെ ദൃഷ്ടിയിൽ അന്നുണ്ടായിരുന്നുള്ളൂ. അവർ സമുദ്രത്തിലെ ഓളങ്ങളെയും നദിയിലെ മത്സ്യങ്ങളെയും ഒക്കെ മാത്രം കണ്ടവരാ. എന്നാൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇവിടെ അനുരഞ്ജനത്തിൻ്റെ റിന്യൂവൽ കോൺഫറൻസിൻ്റെ ക്ലാസ് എടുത്തപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു കാര്യമുണ്ട്. പ്രകൃതിയോട് അനുരഞ്ജനപ്പെടണമെന്ന്, പ്രകൃതിയോട് അനുരഞ്ജനപ്പെടണമെന്ന്. ഇവിടെ ഇതാ നാം വായിക്കുന്നു, പ്രകൃതി മനുഷ്യന് വിരുദ്ധമായി മാറിയിരിക്കുകയാണ്. ആവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ക്രമങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ക്രമങ്ങളും അതിരുകളും ലംഘിക്കപ്പെടുമ്പോൾ ഇനിയും വരുന്ന തലമുറയ്ക്ക് ഈ ഭൂമി വാസയോഗ്യമാണോ എന്ന് കവി പാടിയ കവിയുടെ രോദനം കുറച്ചുകൂടെ പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓസോൺ ലെയറിലെ സുഷിരങ്ങളെക്കുറിച്ചാണ് ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വാസയോഗ്യം അല്ലാതായിത്തീരുന്ന ഭൂമിയുടെ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നവർ, അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ പറയണം. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ക്രിയേഷൻ. ദൈവം സൃഷ്ടിയുടെ ദൈവമാണ് എന്ന് മാത്രമല്ല, ഗോഡ് ഈസ് ഗോഡ് ഓഫ് റീക്രിയേഷൻ. ദൈവം സൃഷ്ടിയുടെയും പുനഃസൃഷ്ടിയുടെയും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു രേഖീയമായ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. രേഖീയമാണോ, സർക്കുലറാണോ, സൈക്ലിക്കാണോ, ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാട് എന്നൊക്കെ വിശദീകരിക്കുവാൻ ചരിത്രത്തിൻ്റെ ഫിലോസഫി പറയുന്ന ആളുകളെ ആവശ്യമായിരിക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദർശകൻ അങ്ങ് പത്മോസിൽ കിടന്നുകൊണ്ട് ഒരു ദർശനം കണ്ടു. എന്താണ് ദർശനം? ഇതാ, പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, സൃഷ്ടി, സ്ഥിതി, സംഹാരമല്ല. പിന്നെ ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിക്കുന്നത് സൃഷ്ടി, സ്ഥിതി, പുനഃസൃഷ്ടി എന്നുള്ളതാണ്. സൃഷ്ടി, സ്ഥിതി, പുനഃസൃഷ്ടി എന്നുള്ള മനോഹരമായ വചനമാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഗോഡ് ക്യാൻ റീക്രിയേറ്റ് യു. ദൈവത്തിന് നിന്നെ പുനഃസൃഷ്ടി ചെയ്യുവാൻ സാധിക്കും. ഗോഡ് ക്യാൻ ക്രിയേറ്റ് ദ ക്രിയേറ്റഡ് ഓർഡർ. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിലുപരി ആ ഒരു പുനർക്രമീകരണം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മിലൂടെയാണ്. നമുക്ക് ഇന്ന് ആ ഒരു പുനഃസൃഷ്ടിയുടെ അനുഭവക്കാരായി തീരാൻ സാധിക്കുമോ? ഞാനിതൊക്കെ പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയും, എങ്ങനെയാണത് സാധ്യമാകുന്നത്? സമൂഹം നന്നാകാതെ ഒരു വ്യക്തി നന്നാവുമോ? സമൂഹമല്ലേ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്? അതൊക്കെ ശരിയാ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ എന്നും വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. ചരിത്രം മുമ്പോട്ട് നയിക്കപ്പെട്ടിട്ടുള്ളത് പൊതുസമൂഹത്തിൻ്റെ കൾച്ചറൽ ട്രെൻഡുകളല്ല, പൊതുസമൂഹത്തിൻ്റെ ധാരകളുമല്ല. ഹിസ്റ്ററി, civilizations are created where a minority, a creative minority have responded to the challenges. എവിടെയൊക്കെയാണോ
വെല്ലുവിളികളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു ന്യൂനപക്ഷമുള്ളത്. ആ ന്യൂനപക്ഷത്തിനാണ് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ സാധിക്കുന്നത് എന്ന് തിരുവചനം എന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കണം. നമ്മൾ നമ്മളോട് തന്നെ പറയണം, മൈ ഗോഡ് ഈസ് ഏബിൾ, എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. മൈ ഗോഡ് ഈസ് പൊട്ടൻഷ്യൽ, എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുതായി പോയിട്ടില്ല. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ഇടപെടുവാൻ കഴിയും. എൻ്റെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം, എൻ്റെ ദൈവം പുനഃസൃഷ്ടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പുനഃസൃഷ്ടി നടത്തുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് പുനഃസൃഷ്ടി ചെയ്യണമേ. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു യുവജന കോൺഫറൻസിൽ, അന്ന് കുന്നംകുളത്ത് വെച്ചാണ്, ഒരു യുവജന കോൺഫറൻസിലെ ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ അന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന എന്നെ പ്രത്യേകം വിളിച്ചിരുന്നു. ഞാനവിടെ ആ യുവജന കോൺഫറൻസിൽ ബൈബിൾ സ്റ്റഡി എടുത്തു. അന്ന് ബൈബിൾ സ്റ്റഡിയിൽ 2 യജമാനന്മാരെന്നുള്ളതായിരുന്നു വിഷയം. നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല എന്നുള്ള വചനമായിരുന്നു. അതിനെക്കുറിച്ചാണ് അന്ന് ബൈബിൾ ക്ലാസ് എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ പുനഃസൃഷ്ടി ചെയ്യുവാൻ കഴിയുന്നവനാണ് എന്നൊക്കെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൊണ്ട് പറയിച്ചപ്പോൾ അന്ന് അതിനകത്ത് വന്നിരുന്ന ഒരു പെൺകുട്ടി 2 ദിവസത്തിനുള്ളിൽ എനിക്കൊരു കത്തയച്ചു. ആ കത്തിൽ അവൾ എഴുതി, ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കോൺഫറൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ നിരാശകളുടെ വേളയിലാണ് ഞാൻ അവിടെ വന്നിരുന്നത്. അച്ഛൻ ഈ പുനഃസൃഷ്ടി ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വീണ്ടെടുക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവൻ്റെ കൃപയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമായി. ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പുനഃസൃഷ്ടി ചെയ്യാനുള്ള കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പന്തലിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലർ വല്ലാത്ത നിരാശയിലാണ്. ആരൊക്കെയോ ചിലർ വല്ലാത്ത സങ്കടത്തിലാണ്. ഒരുപക്ഷെ ഈ പന്തലിൽ വരാൻ കഴിയാതെ, ഈ ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പന്തലിൽ വരാൻ കഴിയാതെ ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്നവരായിരിക്കാം. ദൈവം പറയുകയാണ്, നിന്നെ പുനഃസൃഷ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഗോഡ് ക്യാൻ റീക്രിയേറ്റ് യു. വെറും ഒരു ഫോൾസ് ഓപ്റ്റിമിസം അല്ല. പിന്നെ എൻ്റെ ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും നിന്നെ പോഷിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ വ്യക്തമായി കൂടുതലായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, വി ഹാവ് ടു ഹാവ് ഫെയ്ത്ത്, വി ഹാവ് ടു ബിലീവ്. നമുക്ക് വിശ്വസിക്കണം. മൈ ഗോഡ് ഈസ് മൈ ക്രിയേറ്റർ ആൻഡ് ഹീ ഈസ് മൈ റീക്രിയേറ്റർ. അവൻ എൻ്റെ സൃഷ്ടാവാണ്. അവൻ എന്നെ പുനഃസൃഷ്ടി ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്കും. ഇവിടെ ഈ അധ്യായത്തിൽ അങ്ങനെ സമർപ്പിച്ചു കൊടുത്ത ഒരു ന്യൂനപക്ഷത്തെക്കുറിച്ച്, അങ്ങനെ സമർപ്പിച്ചു കൊടുത്ത ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ കുറിച്ച്, ഒരു ഏക മനുഷ്യനെക്കുറിച്ച് ഇവിടെ വായിക്കുകയാണ്. പ്രവാചകൻ തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ എങ്ങനെയായി എന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. ഈ ഗ്ലൂമി ആയിട്ടുള്ള, മത്സ്യം ചത്തുനാറുന്ന, സമുദ്രം വറ്റിപ്പോകുന്ന, നദി വരണ്ടു പോകുന്ന, സൂര്യൻ രട്ടുടുക്കുന്ന, അന്തരീക്ഷം മുഴുവൻ ഇരുളാകുന്ന ആ ഒരു അവസ്ഥയുടെ മധ്യത്തിലും ദൈവം തന്നിരിക്കുന്ന ഒരനുഗ്രഹത്തെക്കുറിച്ച് 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിലും തുറന്നു വെച്ച് നോക്കിക്കോ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോഗം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടും ഇല്ല. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവനെൻ്റെ ചെവി ഉണർത്തുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം, കേൾവിയുടെ സുഹൃതം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. കേൾവിയുടെ സുഹൃതം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ഒരു കൺവെൻഷൻ യോഗത്തിലൊക്കെയാണ് നമ്മൾ ഈ കേൾവിയിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. വി ആർ അഡിക്റ്റഡ് ടു ദ സ്ക്രീനിനോട് വല്ലാത്തൊരു അഡിക്ഷൻ. നമുക്കിപ്പോൾ കണ്ടാലേ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ എന്നുള്ളൊരു അനുഭവമാണ്.
ചെവിയുടെ സുഹൃതം നഷ്ടപ്പെട്ടു പോയി. സുഹൃതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒത്തിരി വികൃതം ഉണ്ടാവും. സുഹൃതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒത്തിരി വികൃതമുണ്ടാവും. അങ്ങനെ ഒത്തിരി വികൃതമുണ്ടാകുമ്പോൾ നമ്മൾ വെറും വീണ്ടെടുക്കപ്പെടാത്ത പ്രകൃതിയായി മാറിപ്പോകും. 3 വാക്കുകളാണ്: സുഹൃതം, പ്രകൃതം, വികൃതം. സുഹൃതം നഷ്ടപ്പെട്ടു പോയാൽ വികൃതമുണ്ടാവും. വികൃതം കേവല പ്രകൃതിയായി, കേവല മണ്ണായി നമ്മെ തീർത്തു കളയും. 1-ാം ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, മനുഷ്യൻ വെറും മണ്ണല്ല, മണ്ണിനകത്തു നിന്നുള്ള വലിയ ട്രാൻസ്ഫർമേഷൻ, വലിയ രൂപാന്തരമാണ് ദൈവം നൽകിയത് എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ചെവി, കേൾവി. നമുക്കറിയാം, ഇന്ന് രാവിലത്തെ ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസിൽ ഇന്നലെ രാവിലെയാണ് തോന്നുന്നു ഞാൻ ഇട്ടിരുന്ന ഒരു വചനമുണ്ട്. കേൾവി കാതുകൊണ്ട് മാത്രമല്ല, കരളുകൊണ്ടുകൂടെ. കരളുകൊണ്ടുള്ള ഒരു കേൾവിയാണ്. കണ്ണും കരളും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കരളുകൊണ്ടുള്ള ഒരു കേൾവി. ചെവി കൊണ്ട് മാത്രമല്ല, ഹൃദയപൂർവ്വമുള്ള ഒരു കേൾവി. ആ ഹൃദയപൂർവ്വമുള്ള ഒരു കേൾവിയിലാണ് നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നത്. കേവലം ബൗദ്ധികമായ തലത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു വൈകാരിക തലത്തിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രാവിലത്തെ നമ്മുടെ വെള്ളിയാഴ്ചത്തെ കൂട്ടായ്മകളിലൊക്കെ വന്ന് പങ്കെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വേവ് ലെങ്ത് അധികവും ഞാൻ ആരെയും പരിമിതപ്പെടുത്തി പറയുകയല്ല. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, അവർ മനസ്സിലാക്കിയിട്ടുള്ള ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റിലേറ്റ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ വേവ് ലെങ്തിലിരുന്നു കൊണ്ട് ദൈവത്തെ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുന്നവരാ. അവരെ ഒന്നും നിസ്സാരരായിട്ട് കരുതരുത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ അനുഭവിച്ച ഒരമ്മയുടെ മകനാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ദൈവത്തെ അനുഭവിച്ച ഒരമ്മയുടെ മകനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സന്ധ്യയ്ക്ക് ഏത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയാൻ വാതിലടച്ചകത്ത് കയറിയിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരോർമ്മ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വലിയ ആത്മീയ പ്രകമ്പനം എൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ചത് വൈദിക സെമിനാരിയിലെ പഠനമല്ല, അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു പ്രകമ്പനമാണ്. ആ പ്രകമ്പനം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു കരച്ചിലിൻ്റെ, വിലാപത്തിൻ്റെ സ്വരമൊക്കെയാണ്. അതിനകത്തൂടെ ദൈവം സംസാരിച്ചതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചനം സംസാരിക്കുന്ന ഞാനെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുറക്കപ്പെടുന്ന ചെവി, തുറക്കപ്പെടുന്ന ഹൃദയം, സഹനത്തിൻ്റെ ബലിവേദികൾ, അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ വായിക്കുന്നത് അല്ലേ? തുറക്കപ്പെടുന്ന ചെവി, തുറക്കപ്പെടുന്ന ഹൃദയം, അതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന സഹനത്തിൻ്റെ ബലിവേദികൾ. അങ്ങനെയുണ്ടോ ഇവിടെ? ഇവിടെ നമ്മൾ വായിക്കുകയാണ്, രോമം പറിച്ചു കളയുന്നു, മുതുക തടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾക്ക് ഞാൻ ശക്തനായിത്തീരുന്നത് എൻ്റെ ദൈവം എന്നെ രാവിലെ തോറും വിളിച്ചുണർത്തുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. രാവിലെ രാവിലെ ദൈവം വിളിച്ചുണർത്തി എഴുന്നേൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു നിര ഈ പന്തലിൽ നിന്ന് പുറപ്പെട്ടു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാലത്തെ ദൈവം വിളിച്ചുണർത്തി എഴുന്നേൽപ്പിക്കുന്ന, എന്നിട്ട് ദൈവശബ്ദം കേൾപ്പിക്കുന്ന, ശിഷ്യന്മാരുടെ നാവിനെ തരുന്ന, താങ്ങാനുള്ള ബലം തരുന്ന, അത്തരം ശക്തി തരുന്ന പ്രവാചകന്മാരുടെ നാവുള്ള ദൈവത്തിൻ്റെ മക്കളുടെ പ്രഭാവം ഉണ്ടാവുകയാണ്. അതാണ് ഇവിടെ പ്രവാചകൻ്റെ വചനത്തിൽ പറയുന്നത്. ഇതാ, ഒരു ന്യൂനപക്ഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നിൽക്കുകയാണ്. എൻ്റെ കൂടെ പറയണം, ദൈവം നമ്മുടെ പരിപാലകനാണ്. എന്തുകൊണ്ടാണ് ഇവിടെ രോമം പറിക്കുന്നവൻ്റെ മുമ്പാകെ തൻ്റെ മുഖം കാണിച്ചു കൊടുക്കുവാൻ, തൻ്റെ മുതുകത്ത് മർദ്ദനമേൽക്കുവാനൊക്കെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദർശനമുണ്ടായ ഭക്തൻ പറഞ്ഞില്ലേ, ഞാൻ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളുടെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ പ്രവാഹമായി എന്ന്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ദൈവം നമ്മെ ഉണർത്തുകയും നമ്മെ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യും. അനുരഞ്ജന വർഷത്തിൽ എൻ്റെ ദൈവജനത്തോട്
എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ആലോചനകളിൽ ഒന്നിതാണ്. കർത്താവേ, ദിവസം തോറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ എന്നെ വിളിച്ചുണർത്തിയത് കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് എന്ന് പറയാൻ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവർ, രാത്രി ഉണരാതെ ഉറങ്ങിപ്പോയവർ എത്ര പേരുണ്ട്? ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം ജീവിതത്തിൻ്റെ യാത്ര ആരംഭിച്ച് നമ്മുടെ സമപ്രായക്കാർ എത്ര പേര് ഈ ലോകത്തിൽ പട്ടുപോയിട്ടുണ്ട്? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അങ്ങ് ടെർമിനേറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കേൾപ്പിച്ച എത്രയോ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് സംസാരിച്ചപ്പോൾ അത് ഓർമ്മിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, ടെർമിനേറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കേൾപ്പിച്ച വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. രോഗത്തിൻ്റെ താഴ്വരയിൽ ഇനി ജീവിക്കുകയില്ല എന്ന് എഴുതിത്തള്ളിയവർ ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ചത് കൊണ്ട് ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നവരുണ്ട്. എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയണം, എന്നെ എൻ്റെ ദൈവം ജീവൻ്റെ ബലമാക്കി തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. 23-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്വച്ഛ ജലതീരങ്ങളിലേക്ക് അവൻ എന്നെ നയിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം കേട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാ, നന്മയും കരുണയും എന്നെ പിന്തുടരും. ഐ ആം നോട്ട് ഫോളോയിങ് നന്മയും കരുണയും. നന്മയും കരുണയും ഞാൻ ഫോളോ ചെയ്യുകയല്ല, പിന്നെ എൻ്റെ ദൈവം നന്മയുടെയും കരുണയുടെയും പ്രഭവസ്ഥാനമായതുകൊണ്ട് എൻ്റെ ദൈവത്തിങ്കിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കൃപ എന്നെ പിന്തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പന്തൽ വിട്ട് പോകുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പോകണം, നന്മയും കരുണയും എന്നെ പിന്തുടരും. ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവനും യഹോവയുടെ ആലയത്തിൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വസിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ വർഷത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവൻ്റെ ഉറപ്പുകളെ പ്രാപിക്കുവാൻ, ആ ഉറപ്പുകളെ പ്രാപിച്ചുകൊണ്ട് ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം, ഏറ്റവും നല്ലത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല അനുഭവങ്ങളെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തുറക്കപ്പെടുന്ന ചെവി, തുറക്കപ്പെടുന്ന ഹൃദയം, സമർപ്പിച്ചു കൊടുക്കപ്പെടുന്ന അവയവങ്ങൾ, ഹല്ലേലൂയ, സമർപ്പിച്ചു കൊടുക്കപ്പെടുന്ന അവയവങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളാക്കി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇത് ഈ രാത്രി രൂപാന്തരപ്പെടലിൻ്റെ രാത്രിയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ഈ 50-ാം അധ്യായം ഞാൻ ഈ അനുരഞ്ജന വർഷത്തിൻ്റെ ധ്യാനമായി എടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അവസാനത്തെ വാക്യമാണ്, 11-ാമത്തെ വാക്യം. തീ കത്തിച്ച് തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും, നിങ്ങൾ വ്യസനത്തോട് കിടക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ വചനം നമുക്ക് നൽകുകയാണ്. തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവർ ആരാണ്? ഈ തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവർ എന്നുള്ളൊരു ചോദ്യമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദ സ്പിരിച്വൽ ആർമർ, ആത്മീയ മനുഷ്യൻ്റെ ആയുധവർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം എന്ന്. അപ്പോൾ തീയമ്പുകളെ കെടുക്കുന്നത് ആരാണ്? തീയമ്പുകളെ തൊടുക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്, കെടുക്കുന്നതല്ല. തീയമ്പുകളെ തൊടുക്കുന്നത് ആരാണ്? തീയമ്പുകളെ അയക്കുന്നത് ആരാണ്? ദുഷ്ടനാണ്, ദുഷ്ടനാണ്.
ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു 3 ധ്യാനങ്ങളുള്ളത് കൊണ്ട് ഒരു കണ്ടിന്യൂറ്റി അതിനത് വേണമല്ലോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവസ്വരൂപത്തിൽ മെനയപ്പെട്ടവൻ ഇപ്പോൾ കൂടുമാറ്റം നടത്തി ജ്ഞാനം പ്രാപിപ്പാൻ കാവ്യം, രുചിപ്രദം, കാണാൻ കൊള്ളാവുന്നത് എന്നൊക്കെ കണ്ട് പഴം പറിച്ചു തിന്നപ്പോൾ അവൻ ലൂസിഫറിൻ്റെ രൂപത്തിലേക്ക് കൂടുമാറ്റം നടത്തിയെന്ന്. ആ കൂടുമാറ്റം നടത്തിയവനാണ് തീയമ്പുകളെ തൊടുക്കുന്നത്. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, തീയമ്പുകൾ അരയ്ക്ക് കെട്ടിയിട്ടുള്ളവരെ എന്ന്. അനുരഞ്ജന വർഷത്തിൽ പ്രിയപ്പെട്ട തിരുമേനി വളരെ ഹൃദയഭാരത്തോടെ നൊമ്പരത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നമ്മെ എന്നും പഠിപ്പിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ മനോഹരമായ സന്ദേശങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഈ വചനത്തോടൊന്ന് നീതി പുലർത്തണം. തിരുമേനിയുടെ പ്രാർത്ഥനയോട് നമുക്കൊന്ന് നീതി പുലർത്തണം. നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. തീയമ്പുകളെ അരയ്ക്ക് കെട്ടുന്ന ലൂസിഫറിൻ്റെ, സാത്താൻ്റെ ഉപകരണങ്ങളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മാമോദീസായുടെ വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരെ, വിശുദ്ധ മൂറോൻ കൊണ്ട് അവയവങ്ങൾ മുഴുവനും അഭിഷേകം ചെയ്യപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, എന്തിനാണ് വിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മളെ മുഴുവനും അഭിഷേകം ചെയ്തത്? നമ്മളെ അഭിഷേകം ചെയ്തതാ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി, ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ തന്നെയാണ്. ഈ ശരീരത്തെ പിശാചിൻ്റെ കൂടാക്കി മാറ്റുവാൻ നമുക്കനുവാദമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മാമോദീസ വസ്ത്രം അതിന് നമ്മളെ അനുവദിക്കുന്നില്ല. നാം ഏറ്റ മാമോദീസ നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മളേറ്റ മാമോദീസയെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഒരുപാട് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളേറ്റ മാമോദീസ വസ്ത്രത്തിൻ്റെ, നമ്മളേറ്റ മാമോദീസ അഭിഷേകത്തിൻ്റെ, നമ്മുടെ അവയവങ്ങളിൽ അഭിഷേകം ചെയ്യപ്പെട്ട് കിട്ടിയ വിശുദ്ധ മൂറോൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായി നമ്മുടെ ശരീരത്തിൽ പകരപ്പെട്ട ഈ പരിശുദ്ധ മൂറോൻ്റെ അനുഭവക്കാരായിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കാർക്കും പിശാചിൻ്റെ അണിയായി തീരുവാൻ, പിശാചിൻ്റെ പിണിയാളുകളായി തീരുവാൻ അവകാശമില്ല. വി ആർ കോൺസിക്രേറ്റഡ് ഫോർ എ ഹോളി ലിവിങ്. വി ആർ കോൺസിക്രേറ്റഡ്. നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്, നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. നമ്മളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തീയമ്പുകളെ തൊടുക്കുവാനല്ല, പിന്നെ തീയമ്പുകളെ കെടുക്കുവാനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. തീയമ്പുകളെ തൊടുത്തുവിടുവാനല്ല, തീയമ്പുകളെ കെടുക്കുവാനാണ്. അവയെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണമല്ല, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്കിടയാകണം. സദൃശവാക്യങ്ങളിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവാം എന്നാണ് എൻ്റെ വിചാരം. അതിനകത്ത് സദൃശവാക്യ ജ്ഞാന സാഹിത്യകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരുവന് വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ട് നടക്കാമോ എന്നാണ് ചോദ്യം. വെന്തുപോകാതെ ഒരുത്തിന് മടിയിൽ തീ കൊണ്ട് നടക്കാമോ എന്നൊരു ചോദ്യമാണ്. മടിയിൽ തീ വെച്ചാൽ, തീ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് മുമ്പ് സ്വയം പൊള്ളലേൽക്കും എന്നുള്ളതിന് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മടിയിൽ കനൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് നമ്മുടെ ശരീരത്തെ പൊള്ളിക്കും എന്നുള്ള ജ്ഞാനവചനം ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ വഴി, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു ധ്യാനം 120-ാം സങ്കീർത്തനത്തെക്കുറിച്ചും 121-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളെക്കുറിച്ചുമാണ്. അവിടെ 120-ാം സങ്കീർത്തനം ആരോഹണ ഗീതങ്ങളുടെ ആരംഭമാണ്. അതിനകത്ത് സങ്കീർത്തകൻ പറയുകയാണ്, വ്യാജമുള്ള അധരങ്ങളും വ്യാജമുള്ള വഞ്ചനയുള്ള നാവും വ്യാജമുള്ള അധരങ്ങളുമുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ പാർത്തതെനിക്ക് മതിയായി. ഞാൻ മേശക്കിൻ്റെ കൂടാരങ്ങളിൽ പാർക്കുന്നതും കേദാറിൽ ഞാൻ പാർത്തതും എനിക്ക് മതിമതിയായി. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ടാണ് അദ്ദേഹം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമെന്ന് പറയുന്നത്. മതിമതിയായി എന്ന് പറയുന്ന
എനിക്ക് മതിയേ എന്ന് പറയുന്ന, എനിക്കിനി ഇതിൻ്റെ മധ്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവം. ആ അനുഭവത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ രാത്രി ഓർമ്മിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? നമ്മൾ ജീവിക്കുന്ന വ്യാജമുള്ള അധരങ്ങളുടെയും വഞ്ചനയുള്ള നാവിൻ്റെയും മേശക്കിൻ്റെയും കേദാറിൻ്റെയും കൂടാരങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സമാധാന ദ്വേഷികളോടുകൂടെ നമ്മൾ പാർക്കുമ്പോൾ, അവരെ വിട്ട് ഓടിപ്പോകാനൊന്നും നമുക്ക് അവകാശമില്ലല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഒരു മലകയറ്റം സാധ്യമാണ്. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ആത്മീയ പർവ്വതം കയറുവാൻ നമുക്ക് സാധ്യമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്ന് പറയുകയാണ്. സമാധാന ദ്വേഷി. എൻ്റെ കൂടെ വചനം ഒന്ന് ധ്യാനിച്ചോ പ്രിയപ്പെട്ടവരെ. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ദൈവം അനുവാദവും അവകാശവും നമുക്ക് തന്നിരിക്കെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവപുത്രന്മാരായി തീരുവാൻ ഉള്ള ഭാഗ്യം നമുക്ക് തന്നിരിക്കെ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ദൈവപുത്രനാണ്. ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം വളരെ വ്യക്തമായി നമുക്ക് തരുന്ന വലിയൊരു ഉൾക്കാഴ്ച അതാണ്. യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് പറയാനാണ് മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയ മർക്കോസിന് താല്പര്യം. കാരണം സത്യമനുഷ്യപുത്രന് മാത്രമേ സത്യദൈവപുത്രനാകാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ സത്യമനുഷ്യനായി ജീവിക്കുന്നവന് മാത്രമേ സത്യദൈവത്തിൻ്റെ പുത്രനായി തീരുവാൻ സാധ്യമാകൂ. സമാധാന ദ്വേഷിയോടുകൂടെ ജീവിക്കുന്നത് എനിക്ക് മതിയായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവിക പുത്രത്വത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഈ അനുഭവത്തിൻ്റെ മധ്യത്തിൽ നിന്നും എനിക്കൊരു വേർപാടൊരു സഭയല്ല, അങ്ങനെയാണെന്ന് ആരണ്ടൊക്കെ പറഞ്ഞതാ. എന്നാൽ എനിക്കൊരു വേർപാട്, എനിക്കൊരു സെപ്പറേഷൻ, എനിക്കൊരു വേർപാട് ആവശ്യമാണ്. ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് സമാധാനത്തിൻ്റെ പർവ്വതം കയറുവാൻ സാധിക്കും. ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് ആത്മീയ പർവ്വതം കയറുവാൻ സാധിക്കും. എനിക്ക് ദൈവിക അനുഭവം ഉണ്ടാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ വീടുകളിൽ സംഭവിക്കട്ടെ, നമ്മുടെ ഇടവകകളിൽ സംഭവിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ പ്രയാണം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായി തീരുകയാണ്. എനിക്ക് മതിയായി പറയുകയാണ്. മടിയിൽ തീയമ്പുകളെ തൊടുക്കുന്നവർ നിങ്ങൾ വ്യസനിക്കുമെന്നാണ് പറയുക. നിങ്ങൾ വ്യസനിക്കും. കാരണം പൊള്ളലേക്കും. അതിൻ്റെ ആവശ്യമില്ല. അതിനകത്തൊന്ന് രക്ഷപ്പെടുവാൻ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലൊന്ന് വരട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുമേനി പറഞ്ഞതുപോലെ ക്ഷമിക്കുവാനുള്ള മേഖലകളിൽ ക്ഷമിക്കുവാൻ, ക്ഷമയുടെ പർവ്വങ്ങൾ കയറുവാൻ, നിരന്തരം ഈ ക്ഷമയുടെ പർവ്വങ്ങൾ കയറി ദൈവപുത്രത്വത്തിൻ്റെ മനോഹര സാദൃശ്യം നമുക്കുണ്ടാകുവാൻ, അതിലേക്ക് വളരുവാൻ, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദൈവം വലിയ പൊട്ടൻഷ്യൽ തന്നിരിക്കെ അതിനകത്ത് വളരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരദേശി മോക്ഷയാത്ര ഏറ്റവും മനോഹരമായ പുസ്തകമാണ്. നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ജോൺ ബെനിയൻ എന്ന വളരെ പ്രഗത്ഭനായ മനുഷ്യൻ തടവറയിൽ കിടക്കുമ്പോൾ എഴുതിയ സുന്ദരമായ ഒരാഖ്യാനമാണ് പരദേശി മോക്ഷയാത്ര, ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ വേദപുസ്തകം വായിക്കുന്നത് പോലെ വേദപുസ്തകവുമായി ചേർത്ത് വെച്ച് ധ്യാനിക്കാവുന്ന സുന്ദരമായ ആത്മീയ സന്ദർഭങ്ങളാണ് പരദേശി മോക്ഷയാത്രയിലുള്ളത്. അതുകൊണ്ട് ഈ പുതിയ വർഷം അനുരഞ്ജനത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നവർ പരദേശി മോക്ഷയാത്രയൊന്ന് വായിക്കണം. പരദേശി മോക്ഷയാത്ര വായിച്ച് ധ്യാനിക്കണം. പരദേശി മോക്ഷയാത്രയുടെ വെല്ലുവിളികളെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് എൻ്റെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, പരദേശി മോക്ഷയാത്ര ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷകൻ വന്ന് നാശപട്ടണത്തിൽ പ്രസംഗിക്കുകയാണ്. ഈ നാശപട്ടണം ഇപ്പോൾ നശിക്കുവാൻ പോവുകയാണ്, നശിച്ചു പോകും. അതുകൊണ്ട് നീ മോക്ഷപട്ടണത്തിലേക്ക് യാത്ര ചെയ്യണം. മോക്ഷപട്ടണത്തിലേക്കുള്ള വിശ്വാസിയുടെ യാത്രയാണ്. നാശപട്ടണം വിട്ട് മോക്ഷപട്ടണത്തിലേക്ക് യാത്ര ചെയ്യുവാൻ അധികാരപത്രവും വാങ്ങി യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ മധ്യത്തിൽ അപ്പല്യോനുണ്ട്. ആ യാത്രയുടെ മധ്യത്തിൽ പിശാചുണ്ട്, സാത്താനുണ്ട്, അപ്പല്യോനുണ്ട്. അവരൊക്കെ ഇങ്ങനെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഇങ്ങനെ തൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ
പരിച, ഇതിനെ കെടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ പരിച അതങ്ങോട്ട് ഏറ്റെടുത്ത വിശ്വാസി യാത്ര ചെയ്യുകയാണ്. അവസാനം മോക്ഷപുരിയിൽ എത്തിച്ചേരും. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ മോക്ഷപുരിയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ നാശപട്ടണം വിട്ടോടണം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര വിട്ടുപോകണം എന്നല്ല, നമ്മൾ ജീവിക്കുന്ന ഇടം വിട്ടുപോകണമെന്നല്ല. നമ്മൾ ജീവിക്കുന്ന ഇടത്ത് ആത്മീയ പർവ്വതങ്ങൾ കയറുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ ചെവി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചായച്ചു കൊടുക്കണം. നമ്മുടെ മനസ്സുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ചായച്ചു കൊടുക്കണം. നമ്മുടെ കരളിനെ, നമ്മുടെ ഹൃദയത്തെ ദൈവത്താലൊന്ന് അനുഗ്രഹീതമാക്കണം. അങ്ങനെ ഒരു യാത്ര തുടരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.